ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം സീതാരാമായ നമഃ. അയോധ്യാകാന്ഡം ഭാഗം 1. ശ്രീരാമ നാരദ സംവാദം. താർമകൾക്കൻപുള്ളതത്തേ വരികിടോ താമസശീലമകറ്റേണമാശുനീ ദാമോദരൻ ചരിതാമൃതമിന്യു ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. ബാലകാണ്ഡത്തിൽ നമ്മൾ കേട്ടു, രാജകുമാരന്മാരെല്ലാവരുടെയും വിവാഹം കഴിഞ്ഞതും അവർ ആന, തേർ, കാലാൾ, കുതിരപ്പടയോടും വാദ്യസംഘങ്ങളോടും സുഗന്ധപൂരിതമായി ദശരഥമുനി, രാജ്ഞിമാർ, കുമാരന്മാർ, ഭാര്യമാർ, ദാസിമാർ, മന്ത്രിമാർ ഇങ്ങനെ എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ഒരു സംഘം തന്നെ അയോധ്യയിലെത്തി. അവർ സുഖമായി കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിൽ ശ്രീരാമൻ രത്നാഭരണ വിഭൂഷിതനായി സിംഹാസനത്തിലിരിക്കെ സീതാദേവി വെൺചാമരം വീശിക്കൊടുക്കുന്നു. ഒരു വിനോദത്തിനെന്നവണ്ണം താമ്പൂല ചർവണം നടത്തുന്നു. പെട്ടെന്ന് ആകാശത്തൂടെ പോകുന്ന നാരദർ അവിടെ ഇറങ്ങി വന്നു. ശ്രീരാമൻ സംഭ്രമത്തോടെ എണീറ്റ് ജാനകീദേവിയും ഒന്നിച്ച് വീണ് നമസ്കരിച്ചു. പാദ്യാസന ആചമനീയങ്ങൾ എല്ലാം ചെയ്തു പൂജിച്ചിരുത്തി. നാരദർ അപ്പോൾ പറയുന്നു, അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചതു തന്നെ മഹാപുണ്യം. നാരദർക്ക് ശ്രീരാമനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്നറിയിച്ച് ശ്രീരാമനും തിരിച്ച് സന്തോഷം അറിയിച്ചു. അങ്ങയെപ്പോലുള്ള ഒരു മുനിയെ കാണുക, അതും കൊട്ടാരത്തിലേക്ക് ഇങ്ങോട്ട് വരിക എന്നതു തന്നെ മഹാപുണ്യം. രണ്ടുപേരും സന്തോഷം പങ്കുവച്ചു. വീണ്ടും നാരദമുനി സ്തുതിക്കുന്നു ശ്രീരാമനെ. എല്ലാറ്റിനും കാരണഭൂതനായിരിക്കുന്നത് അങ്ങു തന്നെ. എല്ലാം അങ്ങിൽ നിന്ന് ജനിക്കുന്നു. നാനാപ്രജകളും ഇക്കണ്ട ലോകത്തിലെ ജന്തുക്കൾക്കെല്ലാം പിതാവ് അങ്ങു തന്നെ. അങ്ങയുടെ പത്നി മായാശക്തി തന്നെയല്ലേ? ഗൃഹസ്ഥൻ എപ്പോഴും പുത്ര, മിത്ര, അർത്ഥ, കളത്ര വസ്തുക്കളിൽ ശക്തനായിരിക്കും. അതിനു സംശയമില്ല. നാരദർ പറഞ്ഞതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ശ്രീരാമൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ കാര്യം പറഞ്ഞതാണ്. പുത്ര, മിത്ര, കളത്ര, അർത്ഥ അതിലൊക്കെ ലയിച്ചിരിക്കും എന്നുള്ള ഒരു സൂചനയും കൂടിയാണ്. എന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഒന്ന് നമസ്കരിക്കലും കൂടിയാണ്, സ്തുതിക്കലും കൂടിയാണ്. ഈ ലോകത്തിന് തന്നെയും ഗൃഹസ്ഥൻ അങ്ങു തന്നെ. ഇങ്ങനെ കുറേ കീർത്തിക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവും ഏവനീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതെന്നതൊക്കവേ ജാനകീദേവിയും നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അതായത് എന്തൊക്കെയാണോ സ്ത്രീലിംഗമായിട്ടുള്ളത് അത് സീതാദേവിയാണ്, ഭഗവതിയാണ്. എന്തൊക്കെയാണോ പുല്ലിംഗമായിട്ടുള്ളത്, അതായത് നാനാജാതികളിലും എന്താണോ പുരുഷ രൂപത്തിലുള്ളത് അത് അങ്ങ് തന്നെയാണ്. ഏതാണോ സ്ത്രീലിംഗ രൂപത്തിലുള്ളത് അത് ദേവി തന്നെയാണ്, ജാനകി ദേവി തന്നെയാണ് എന്ന് പറയാണ്. നിങ്ങൾ ഇരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല. നിങ്ങൾ രണ്ടാളും അല്ലാതെ മറ്റൊന്നും വേറെ എങ്ങുമില്ല. ഏത് ജീവിവർഗപ്പം ഉരകങ്ങളാണെങ്കിലും പക്ഷികളാണെന്നുണ്ടെങ്കിലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും ജന്തു മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം സ്ത്രീലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവി ചൈതന്യം, പുല്ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ എങ്ങനെ സേവിക്കണം? മായയാൽ മൂടിയിരിക്കുന്നതും അവ്യാകൃതവുമായിരിക്കുന്നതും
അപ്പോൾ നമ്മൾ മായയാലാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ എങ്ങനെ അവ്യാകൃതം ആകൃതിയില്ലാത്തതാണെങ്കിലും അത് അങ്ങ് തന്നെ എന്ന് പറയാണ്. പിന്നെ പറയുന്നു, പഞ്ചേന്ദ്രിയങ്ങളാകുന്നു സുഖദുഃഖങ്ങൾക്ക് കാരണം. നമ്മളിപ്പോൾ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ അനുഭവിച്ച് ഒക്കെ ഇരിക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറയുന്നു. ജനി മൃതി സുഖദുഃഖങ്ങൾ ജീവന് സംഭവിക്കുന്നു. ജീവൻ ഉണ്ടാകുന്നതുകൊണ്ടല്ലേ ജനിക്കുന്നു, മരിക്കുന്നു, സുഖിക്കുന്നു, ദുഃഖിക്കുന്നു. അതൊക്കെ ജീവൻ്റെ ഒരു ഭാവഭേദങ്ങളാണല്ലോ വരുന്നത്. അപ്പം ചിലർ അതിനെ കാരണോപാധി എന്നും പറയും. ഒരു ഉപാധി എല്ലാത്തിനും. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും എല്ലാം ഉപാധി മാത്രമാകുന്നു. എല്ലാത്തിലും ഓരോ ഉപാധികളായിട്ടിരിക്കുന്നു. സർവത്തിനും സാക്ഷിയാകുന്നതും തേജോമയമായ ഈ പരമാത്മാവ് തന്നെയാകുന്നു. എല്ലാത്തിനും സാക്ഷി. എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിനൊരു സാക്ഷിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെടി ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഒരു സംസാരിക്കുന്നോ എന്താണെന്നുണ്ടെങ്കിലും അതിനൊരു സാക്ഷിയുണ്ട്, സാക്ഷിഭാവം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു സാക്ഷിയായിട്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ളത്. ലോകങ്ങൾ നിന്നിൽ നിന്നുണ്ടായി വരുന്നു, നിന്നിൽ തന്നെ പ്രതിഷ്ഠിതമാകുന്നു, പിന്നെ നിന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ വിധത്തിലും നാരദ മഹർഷി ഇങ്ങനെ പറയുകയാണ് കാര്യം ഭഗവാന്റെ സ്തുതിക്കുന്നതാണ് ഇവിടെയാണ് നമുക്ക് ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളത് അതിലേക്ക് തന്നെ അങ്ങ് ലയിച്ചു പോകുന്നു. അതാണ് സത്തയായിട്ട് വരുന്നത്. എന്നിലും നിന്നിലും ഉള്ളതും എല്ലാം പരമാത്മ ചൈതന്യം തന്നെയാണെന്നറിയുമ്പോൾ മൃത്യുഭയവും ദുഃഖവും ഇല്ലാതെ ആയിത്തീരും എന്ന് നാരദർ പറയാണ്. നാരദർ വീണ്ടും പറയുന്നു, അങ്ങയുടെ നാമം കൊണ്ടും കഥാശ്രവണം കൊണ്ടും ക്രമേണ ഉള്ളിൽ ഭക്തിയുണ്ടായി വരും. അതായത് നാരദർ സ്വതവേ എല്ലായ്പ്പോഴും നാരായണ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടേ പോകുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നാമം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഭക്തി ഉണ്ടാവും. അങ്ങനെ ഭക്തി വളർന്നു കഴിഞ്ഞാൽ ബോധം ഉദിക്കും നമുക്കെന്നാണ് പറയുന്നത്. പിന്നെ ഭക്തി മുഴുത്തിട്ടാണെന്നുണ്ടെങ്കിലോ തത്വജ്ഞാനം ഉണ്ടാവും. അപ്പോൾ തത്വജ്ഞാനം ഉണ്ടായാലോ മുക്തിയും ലഭിക്കും. ഇതാണ് പറയുന്നത്. എന്നുവെച്ചാൽ അങ്ങനെ മുക്തി ലഭിക്കും, അതിനൊരു സംശയവും ഇല്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അങ്ങയുടെ ഭക്തൻ്റെ, നാരദ മഹർഷി പറയണേ, അങ്ങയുടെ ഭക്തൻ്റെ ഭൃത്യന്മാരിലൊരാളായിട്ടെങ്കിലും അല്പജ്ഞനായ ഈ എന്നെ കരുതണേ എന്ന് പറയാണ്. നാരദന് അത്രയും എളിമയോടുകൂടി പറയാണ്, അങ്ങയുടെ ഭക്തൻ്റെ ഭൃത്യന്മാരിലൊരാൾ. അപ്പം എത്ര എളിമയോടുകൂടിയാണ് പറയുന്നത് എന്ന് നാരദ മുനി ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും എന്നെ കാണണേന്ന്. മായയാൽ എന്നിൽ മോഹം വളർത്താതെ എന്നെ നിത്യവും അനുഗ്രഹിക്കണേ ജഗന്നായക എന്ന് പറയുകയാണ്. അതായത് നമ്മൾക്ക് മോഹം, ഓരോന്നിൽ ആസക്തി വരുന്നതൊക്കെ മായയാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മായ തോന്നിപ്പിക്കരുത് എന്നാണ് നാരദർ ശ്രീരാമനോട് പറയുന്നത്. പിന്നെ പറയുന്നു, അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടായ, അതായത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ഒരു പങ്കജം ഉത്ഭവിച്ച ആ പങ്കജത്തിലാണ് ബ്രഹ്മാവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്നുമാണ് എൻ്റെ പിതാവ് ഉത്ഭവിച്ചത്. ആയതിനാൽ ഞാൻ അങ്ങയുടെ പൗത്രൻ, അതായത് പുത്രൻ്റെ പുത്രനാണ് എന്ന് പറയുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര വിടർന്നു, അതിൽ ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടാണ് നാരദർ വന്നിരിക്കുന്നത്.
അപ്പോൾ നാരദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ പൗത്രനാണ് എന്ന് പറയുന്നത്. അങ്ങയുടെ ഭക്തനായ ഈ ഉള്ളവനെ അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് നമ്മൾ തമ്മിൽ. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അങ്ങയുടെ ഒരു ഭക്തനാണ്, അപ്പം എന്നെ അനുഗ്രഹിക്കണേന്ന് വീണ്ടും ഓർമ്മിപ്പിക്കും ശ്രീരാമനോട്. അങ്ങനെ വീണ്ടും വീണ്ടും ഭക്തി പാരവശ്യത്താൽ വീണ് നമസ്കരിക്കും. വീണയും കയ്യിലേന്തി ആനന്ദക്കണ്ണീരോടെ നാരദർ വന്ന കാര്യം പറയാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഭക്തി പാരവശ്യത്തിൽ നാരദർ വന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ടോ ആനന്ദക്കണ്ണീരിലാണ് ഇപ്പം. അങ്ങനെ ആ ആനന്ദബാഷ്പം ചൊരിഞ്ഞുകൊണ്ട് കാര്യം പറയാൻ തുടങ്ങുകയാണ്. പറയണേ, പണ്ട് ദേവകളോട് അരുൾ ചെയ്തിട്ടുണ്ട്, രാവണനെ കൊന്ന് ലോകത്തെ പരിപാലിക്കാമെന്ന്. ഇപ്പോൾ അങ്ങ് ദശരഥപുത്രനായി അവതരിച്ചുവെങ്കിലും പൂജ്യനായ ഭവാനെ താതൻ ദശരഥൻ രാജ്യരക്ഷാർത്ഥം യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുമ്പിട്ടിരിക്കുകയാണല്ലോ. അങ്ങ് അതിന് അനുകൂലനായിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ദശമുഖൻ രാവണനെ കൊല്ലാനുള്ള കാര്യം കാണുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ നാരദർ ഓടിപ്പിടച്ച് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹമൊക്കെ കഴിഞ്ഞു, ഇനി യുവരാജാവാവുകയാണ്, അങ്ങനെ ഗൃഹസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ രാവണ നിഗ്രഹം നടക്കും എന്നുള്ള ആ ഒരു ശങ്കയിൽ ഓടി വന്നതാണ് നാരദർ. അപ്പോൾ ഭഗവാനെ ഓർമ്മിപ്പിച്ചതാണ് ഇങ്ങനെയൊക്കെ കാര്യമുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. ഭഗവാൻ, അതായത് ശ്രീരാമൻ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു പക്ഷേ മനുഷ്യജന്മം എടുത്തപ്പോൾ സത്യത്തെ രക്ഷിക്കുക എന്ന കാര്യം തന്നെ മറന്നു പോകുമോ എന്ന് വിചാരിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വന്നതാണ് ഞാൻ. അപ്പോൾ നാരദർ കാര്യം പറയാണ്, മനുഷ്യജന്മം എടുത്ത് ശ്രീരാമനായല്ലോ. അപ്പോൾ മനുഷ്യജന്മം എടുത്ത് ശ്രീരാമനായപ്പോൾ ഈ സുഖലോലുപതയിൽ മറന്ന് കാര്യം മറക്കുമോ? മുൻപേ ഇങ്ങനെ ദേവകൾക്ക് വാക്ക് കൊടുത്ത കാര്യം മറക്കുമോ? എങ്കിൽ ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് നാരദർ. അപ്പോൾ ശ്രീരാമൻ മറുപടി പറയുന്നു, അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ഒരു നാളും സത്യത്തെ ലംഘിക്കില്ല. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ സത്യത്തെ ലംഘിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താണ് നാരദരോട് ശ്രീരാമൻ. ഈ കാലവിളംബത്തിന് കാരണമുണ്ട്, ഞാൻ പറയാം. ശ്രീരാമൻ പറയാണ്, ഇങ്ങനെ ഇപ്പോൾ താമസിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ നാരദർ ഓടി വന്നത്. അപ്പോൾ ഈ കാലതാമസത്തിന് കാരണം ഉണ്ടെന്ന് പറയാം. എല്ലാത്തിനും ഒരു കാരണം വേണം. കാലസ്വരൂപനല്ലേ പരമേശ്വരൻ. പിന്നെ പറയുന്നു ശ്രീരാമൻ, ഭഗവാൻ സത്യം, നാളെ ഞാൻ വനത്തിന് പോകുന്നു. പിന്നെ മുനിവേഷത്തോടെ 14 വർഷം കാനനവാസമാകും. അങ്ങനെ ഞാൻ രാവണനെയും നിശാചര വംശത്തെ തന്നെയും കൊന്നുമുടിക്കും. അതിനു സീത ഒരു നിമിത്തമാകുമെന്ന് മാത്രം. ഇങ്ങനെയുള്ള സത്യവാക്കുകൾ കേട്ടതും ദേവമുനീന്ദ്രൻ ആയ നാരദർ വേഗത്തിൽ അനുവാദം വാങ്ങി ദേവലോകത്തേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ കഥ ഇതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. അപ്പോൾ ഇല്ല, മറന്നിട്ടില്ല, ഞാൻ അങ്ങനെ കാനനവാസത്തിന് പോവുകയാണ്. ഇനി 14 വർഷം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ആ ഇടയിൽ ഇതെല്ലാം രാവണ നിഗ്രഹവും രാവണൻ്റെ ആ നിശാചര വംശത്തെ തന്നെ മുടിക്കും എന്ന് പറയുകയാണ് ശ്രീരാമൻ. അപ്പോൾ സന്തോഷമായി നാരദർ അനുവാദം വാങ്ങി ദേവലോകത്തേക്ക് തന്നെ പോകുന്നു. കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് ശ്രീരാമന് ഇനി എന്തു സംഭവിക്കും നാളെ തുടർന്ന് കേൾക്കുക. ജയ് ശ്രീറാം.